ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര ലിത്വേനിയയുടെ തലസ്ഥാനമായ വിൽനിയസിലേക്കാണ്. ലാത്വിയയിൽ നിന്ന് വിൽനിയസിലേക്ക് ഏകദേശം 4.5 മണിക്കൂറോളം സമയദൈർഘ്യമുണ്ട്. ഇവിടെ നിന്നും പുറപ്പെടുന്ന എക്കോലൈൻസ് ബസ്സിലാണ് നമ്മുടെ യാത്ര. വിൽനിയസ് ഓൾഡ് ടൗണിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ മധ്യകാല നഗരപ്രദേശങ്ങളിലൊന്നാണ് ഇവിടം. ചരിത്രവും സംസ്കാരവും കൈകോർത്തു നിൽക്കുന്നു. സ്റ്റോൺ റോഡുകളും ശില്പകലയാൽ സമ്പന്നമായ പള്ളികളും പഴയ കെട്ടിടങ്ങളും കാണുമ്പോൾ നാം ഒരു പുരാതന യാത്രയിലാണോ എന്ന് തോന്നും. 1994 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം ലിത്വാനിയയുടെ സമ്പന്നമായ ചരിത്രത്തെ മനോഹരമായി പ്രതിനിധീകരിക്കുന്നു. വിൽനിയസ് ഓൾഡ് ടൗണിലൂടെ നടക്കുമ്പോൾ വഴിയാകെ കാണുന്നത് ലിത്വേനിയൻ കൾച്ചറിൻ്റെയും യൂറോപ്യൻ വൈബിൻ്റെയും സമന്വയമുള്ള ബാറുകൾ, വൈൻ ഷോപ്പുകൾ, ചെറുതും മനോഹരവുമായ റെസ്റ്റോറൻറ്റുകൾ എന്നിവയാണ്. ലോക്കൽ ക്രാഫ്റ്റ് ബിയറും ലിത്വേനിയൻ വൈൻസും ഇവിടെ കാണാൻ സാധിക്കും. സ്റ്റൈലിഷ് ബിസ്ട്രോ ഷെഡുകൾ മുതൽ കോസി ടാവേൺസ് വരെ എല്ലാം ഈ തെരുവുകളിലുണ്ട്. ലൈറ്റ്സും മ്യൂസിക്കും നിറഞ്ഞ ഈ സ്ഥലങ്ങൾ രാത്രിയിലും ഒരേപോലെ ആകർഷണീയമാണ്. ഭക്ഷണത്തിനായി ആധികാരിക ലിത്വേനിയൻ ഡിഷുകളും യൂറോപ്യൻ ഫ്യൂഷൻ ഓപ്ഷൻസും ലഭ്യമാണ്. വിൽനിയസിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രൽ ബസിലിക്ക ഒരു ചരിത്ര സ്മാരകവും ആധ്യാത്മിക കേന്ദ്രവുമാണ്. ലിത്വേനിയയുടെ പ്രധാന റോമൻ കത്തോലിക്ക ദേവാലയമായി ഇത് കണക്കാക്കപ്പെടുന്നു. ക്ലാസിക്കൽ ശൈലിയിലുള്ള ഈ കത്തീഡ്രലിൻ്റെ ഭംഗിയേറിയ പില്ലറുകളും വൈറ്റ് ഫസാഡും അതിൻ്റെ ഗൗരവവും എളിമയും ഒരേ സമയം കാണിക്കുന്നു. പള്ളിയുടെ പിൻഭാഗത്തായി രാജാക്കന്മാരുടെയും ബിഷപ്പുമാരുടെയും കബറുകൾ അടങ്ങിയ കത്തീഡ്രൽ ക്രിപ്റ്റയുണ്ട്. ബസിലിക്കയുടെ ബെൽ ടവർ വിൽനിയസിലെ സ്കൈലൈൻ്റെ ഭാഗമാകുന്നത് പോലെ ഈ നഗരം എത്ര പുരാതനമാണെന്നും അതിനെത്രമാത്രം ആത്മാവുണ്ട് എന്നും തെളിയിക്കുന്നു. നമ്മുടെ യാത്ര തുടർന്നു. വിൽനിയസിൻ്റെ ചരിത്രവും പ്രതീകവുമായ ഗെഡിമിനാസ് ടവർ ഗെഡിമിനാസ് ഹില്ലിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടാമതിലിൻ്റെ ഭാഗമാണ്. 14-ാം നൂറ്റാണ്ടിൽ ഗ്രാൻഡ് ഡ്യൂക്ക് ഗെഡിമിനാസ് നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ലിത്വേനിയൻ തനിമയും ദേശീയ ഗൗരവവും പ്രതിനിധീകരിക്കുന്ന ഈ ടവറിൽ നിന്ന് നഗരം മുഴുവൻ കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണ് ലഭിക്കുന്നത്. ചരിത്ര പ്രദർശനങ്ങളാൽ സമ്പന്നമായ മ്യൂസിയവും ഈ ടവറിനകത്തുണ്ട്. വിൽനിയസിൻ്റെ പൈതൃകത്തെ അനുഭവിക്കാനും ചരിത്രം പകർന്നു നൽകിയ കഥകൾ കേൾക്കാനും ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഗെഡിമിനാസ് ടവർ. കാൽനടയായി കത്തീഡ്രൽ ബസിലിക്കയുടെ കിഴക്കുവശത്തുകൂടി ഗെഡിമിനസ് ഹില്ലിൻ്റെ വഴിയിലെത്താം. ഏകദേശം 10-15 മിനിറ്റിൽ മുകളിലെത്താം. കാൽനട മാർഗം എളുപ്പമല്ലെങ്കിൽ കത്തീഡ്രൽ സ്ക്വയറിൽ നിന്നും ഗെഡിമിനസ് ഹില്ലിലേക്ക് ഫ്യൂണിക്കുലാറിൽ പോകാം. ഏകദേശം €6 ഫീസ് നൽകണം. വളരെ വേഗത്തിൽ ടവറിൻ്റെ മുകളിലെത്താം. മുകളിൽ നിന്നുള്ള വിൽനിയസ് ടൗണിൻ്റെ ഏറെ മനോഹരമായ പനോരമിക് കാഴ്ചയും കാണാം.
വിൽനിയസിൽ പൊതുഗതാഗതം വളരെ മികച്ചതാണ്. വിൽനിയസ് ഓൾഡ് ടൗൺ മുതൽ ഗിഡിമിനസ് കാസിൽ ഹിൽ, റിവർ ഫ്രണ്ട്, സിറ്റി സെൻറ്റർ എന്നിവയിലേക്ക് നിരവധി ബസ്സുകളും ട്രോളി ബസ്സുകളും ഓടുന്നു. ട്രാഫി എന്ന ആപ്പ് ഉപയോഗിച്ചാൽ ട്രാൻസിറ്റ് ടൈം ടേബിളും റൂട്ട് മാപ്പും കാണാം. ബസ് ടിക്കറ്റ് മൊബൈൽ ആപ്പിലൂടെയും അല്ലെങ്കിൽ ഡ്രൈവറിലൂടെയും വാങ്ങാം. വിൽനിയസിലെ കത്തീഡ്രൽ ബസിലിക്കയുടെ അടുത്തായി ഒരു നദി ഒഴുകുന്നുണ്ട്. അതാണ് നെരീസ് റിവർ. ഈ നദിക്ക് ഇരുവശത്തും മനോഹരമായ വാക്വേകളും പാർക്കുകളും കാണാം. വിൽനിയസ് നഗരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വരും വീഡിയോസിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.